Hi everyone, I am Anjana. Welcome to our channel Alex Anjana Foodie Lifestyle. Today I am going to bake chocolate cake, which is also known as depression cake. It was made during the First World War period in America due to the shortage of many things like butter, milk, etc. So here only few ingredients are incorporated which are very cheap and which are easily available too. So please follow the English subtitles given in the video. Enjoy cooking. ഒൻപത് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഞാൻ അല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് എല്ലായിടത്തും ഒന്ന്. നമ്മൾ ഈ കേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം റിഫൈൻഡ് ഫ്ലോർ ഒന്ന് തൂവി കൊടുക്കുകയാണ് ഡസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഒന്നര കപ്പ് റിഫൈൻഡ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, വൺ ബൈ 3 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി, ഹാഫ് ടീസ്പൂൺ സോൾട്ട്. ഒന്ന് ഇടഞ്ഞെടുക്കുകയാണ് തരിയൊന്നും ഇല്ലാതിരിക്കാനായിട്ട്. ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ടൊരു കുഴി പോലെ നടുക്ക് ആക്കി വെക്കുക. അപ്പം അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മുട്ട ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ എണ്ണയും റിഫൈൻഡ് ഓയിലും വെള്ളവും വിനീഗറും ഒക്കെയാണ് ചേർക്കുന്നത്. വൺ ബൈ 3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു. നിങ്ങൾക്ക് കനോള ഓയിൽ യൂസ് ചെയ്യാം, വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ. നമുക്ക് ആപ്പിൾ സൈഡർ വിനീഗറും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ടീസ്പൂൺ വനില എസൻസ്, ഒരു കപ്പ് വെള്ളം. തിളപ്പിച്ച് ആറിച്ച വെള്ളമായാലും കുഴപ്പമില്ല, പച്ചവെള്ളമായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചേർക്കേണ്ടതൊക്കെ കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. എയ്റ്റ് ഇഞ്ചിൻ്റെ പാനും എടുക്കാം, 9 ഇഞ്ചിൻ്റെ എടുക്കാം. ഇപ്പം ഞാൻ 9 ഇഞ്ചിൻ്റെയാണ് എടുത്തത്. അത് ഒഴിച്ചു കൊടുക്കുക മൊത്തമായിട്ട്, എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
എയർ ഹോൾസൊക്കെ പോകാനായിട്ട്. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിൽ വെച്ചിട്ട് 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. മിനിറ്റ്സിലാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 30 to 35 ആണ്. അതിനനുസരിച്ച് നമ്മൾ എടുത്ത് നോക്കുക. എന്നിട്ട് ടൂത്ത് പിക്ക് ഇട്ട് ഒന്ന് നോക്കുക, അത് അകത്ത് കുക്കായിട്ടുണ്ടോ എന്നുള്ളത് എടുത്ത് നോക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇത് ഐസിങ് ചെയ്യാനാണ്. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും മധുരമില്ലാത്തതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വനില എസൻസ്, 1-2 ടീസ്പൂൺ ആവാം. പിന്നെ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഐസിങ്ങിന് ബട്ടറൊക്കെ ചേർക്കാറുണ്ടല്ലോ, ഇതൊന്നും ഇല്ലാതെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണായി. പെട്ടെന്ന് മിക്സാവും, പഞ്ചസാരയല്ലേ. ഒരുപാട് ലൂസായി പോകരുത്. നമ്മളതിൻ്റെ മുകളിൽ, കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കഴിയുമ്പം ഒഴുകി പോകാൻ പാടില്ല. ആ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് മധുരം ഒരുപാടായി പോയി ഒഴിവാക്കണം എന്നുള്ളവർ ഇത് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു നോക്കാം. ഇപ്പം 2 ഇപ്പം 3 ഇതൊഴിച്ചപ്പോൾ കറക്റ്റായി. വേണമെങ്കിൽ അല്പം കോഫി പൗഡർ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. നമ്മൾ ഡിപ്രഷൻ കേക്കിനാകുമ്പം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ. ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, പക്ഷേ നല്ലതായിരിക്കും. ഇങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് നല്ല മിക്സായി ഇത് മാറ്റി വയ്ക്കുക. കേക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് മുകളിലൊഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് നോക്കുക. കണ്ടോ, ഇതിലൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ. 35 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തു. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട്, പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊരു അരമണിക്കൂറോളം വെച്ചു. എന്നിട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് സൈഡ് വിട്ട് നിൽക്കുകയാണ്, എന്നാലും ഒന്നിങ്ങനെ ഒന്ന് കറക്കിയെടുക്കുക. ഇതിങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്ലേസ് ഒഴിക്കാം. ഇതിപ്പം ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതെങ്ങനെയാണെന്ന് കാണിക്കാം. നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി അടുത്ത പ്ലേറ്റ് വെച്ചിട്ട് മറ്റേ സൈഡിലോട്ട്, കറക്റ്റ് സൈഡിലോട്ട് ആക്കാം. ചെറുതായിട്ടൊക്കെ ഒട്ടിപ്പിടിക്കും. ഇപ്പം ഞാൻ എടുത്തപ്പം ഇവിടെ നിന്ന് ചെറിയൊരു ഒട്ടൽ ആ പ്ലേറ്റിലോട്ടൊരു ഇത് മോൾ ഭാഗത്ത് ചെറുതായിട്ട് വന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത്രേ പറ്റിയുള്ളൂ. ഇനി ഞാൻ ഈ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റ് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുകയാണ്.
കൂടുതൽ സ്പൂണോ ഒന്നും വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണ്ട, ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അപ്പം അങ്ങനെ ചോക്ലേറ്റ് ഗ്ലേസ് ഒഴിച്ച് ഇപ്പം അത് കംപ്ലീറ്റ് കവേർഡായിട്ട് നിൽക്കുകയാണ്. ഇനി പീസസ് ആയിട്ട് മുറിച്ച് നമ്മൾ തണുക്കാൻ വെച്ചാൽ തണുത്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഡിപ്രഷൻ കേക്ക് ആയതുകൊണ്ടാണ് ബട്ടറോ പാലോ മുട്ടയോ ഒന്നും ചേർക്കാത്തത്. നമുക്ക് ഇതേ കേക്ക് ഉണ്ടാക്കിയിട്ട് ഐസിങ് വേണമെങ്കിൽ ബട്ടറും ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാവുമ്പം നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം, നല്ലല്ലേ അതിൻ്റെ ടെക്സ്ചർ അകത്ത് അറിയാൻ പറ്റുള്ളൂ. വളരെ സോഫ്റ്റാണ്. കാണാമോ എൻ്റെ സൈഡൊക്കെ നല്ല ഇതായിട്ട് സ്പോഞ്ചി ആയിട്ട് വളരെ ഭംഗിയായിട്ടിരിക്കുകയാണ്. ഇനി ഞാനിപ്പോൾ ഐസിങ് ഒഴിച്ചതേ ഉള്ളൂ, സെറ്റ് ആവാനായിട്ട് ടൈം കൊടുത്ത്. കണ്ടോ സൈഡ് കാണാമോ? കണ്ടോ? ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് വെക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. Now our tasty great depression cake is ready. If you like the video, please subscribe and share to your friends. Thanks for watching our video. Bye bye.